PG ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ പിന്നെ എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ടൊരു ജോലി കിട്ടണം എന്നുള്ളതായിരിക്കും. നമ്മൾ ഹൈദരാബാദ് IFLU പോലൊരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ റിസർച്ച് സ്കോളേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവാം അല്ലേ? അപ്പം അന്ന് തന്നെ ഈ ഒരു ഗവേഷണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു IFLU പഠിക്കുമ്പോൾ തന്നെ? അതെ, അങ്ങനെ പറയാം. PG ഒക്കെ എത്തി തുടങ്ങുമ്പോഴാണ് ഒരു PhD ഗവേഷണം, PhD അതൊരു ഡിഗ്രിയോടാണ് കുറച്ചുകൂടെ, PhD എടുക്കുക എന്നുള്ളൊരു ഡിഗ്രിയോടാണ് കുറച്ചുകൂടെ പിന്നെ നമുക്കൊരു തേസ്റ്റ് ഉണ്ടാകുക. പക്ഷേ എനിക്കൊന്നും നിങ്ങൾ PhD കഴിഞ്ഞാണ്. അപ്പോൾ പക്ഷെ അതൊരു വലിയ ബാലികല മലയാണെന്നാണ് നമ്മുടെ നമ്മുടെ സ്കോളേഴ്സൊക്കെ അവരിങ്ങനെ ഉള്ളൊരു പിന്നെ ഒരു അവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് അടുക്കണ്ടെന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ അതൊരു വലിയ ഡ്രീം ആയിരിക്കും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ PhD എടുക്കണം എന്നത് അവിടുന്ന് തന്നെയല്ല, കാരണം അവർക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു ആ ഒരു ഡിഗ്രിയോട് കൂടെ നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പോഷറും എല്ലാം കൊണ്ടാണ് ഒരു റിസർച്ച് ചെയ്യണം എന്ന ആഗ്രഹം അവിടുന്ന് തോന്നുന്നത്. അപ്പോഴാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യമുള്ളൊരു വിഷയം കൂടെ വേണമല്ലോ. ഏതൊരു വിഷയം എടുത്ത് PhD ചെയ്യാന്നുള്ളതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന നമ്മുടെ ടേസ്റ്റിനൊത്തൊരു സബ്ജക്റ്റ് ആകണം എന്നതിലാണ് അതിലൊരു റിസർച്ച് നടത്തിയപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചുകൂടി സാധ്യത ഉള്ളത് അതിലാണെന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു PG ചെയ്യണം തോന്നിയതാണ്. പൊതുവിൽ ഈ PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ജോലി എന്നുള്ളൊരു ലക്ഷ്യം എന്താ, അതൊരു വലിയ ലക്ഷ്യം തന്നെയാണ്, തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം പിന്നെ എന്നാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ PGക്ക് പഠിക്കുമ്പോൾ പൊതുവേ ഒരു പ്രബന്ധം തയ്യാറാക്കുക, ഒരു കോൺഫറൻസിൽ പബ്ലിഷ് ചെയ്യുക, അങ്ങനെയൊന്നും പൊതുവേ പലരും ചിന്തിക്കാറില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എന്താണ് മനസ്സിലായിട്ടുള്ളത്? അത് എനിക്ക് തോന്നുന്നു നമ്മൾ PG പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ കുറേ കൂടെ ഒക്കെ ഒരു അക്കാഡമിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ശരിക്കും ഡിഗ്രി മുതൽ തന്നെ ഓണേഴ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ FIUG ആണ്, 4 ഇയർ UG ആണ്. അതിൽ ഓണേഴ്സിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് റിസർച്ചിലേക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ. അപ്പം കുറേ മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ അക്കാദമികമായി ചിന്തിക്കുന്നവരൊക്കെ ഡിഗ്രി മുതൽ തന്നെ റിസർച്ച് ചെയ്ത് തുടങ്ങും. അപ്പോഴാണല്ലോ നമ്മളൊരു എന്താ പറയുക, ഒരു സ്പൂൺ ഫീഡിങ് അക്കാഡമിക് കൾച്ചർ എന്ന് മാറിയിട്ട് കുറച്ചുകൂടെ നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്താം. പക്ഷേ ഇപ്പോൾ നമ്മുടെ PG കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ പറഞ്ഞതുപോലെ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ടോപ്പിക് എടുക്കുന്നത് മുതലുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ പേടിയാണ്, അതിനോട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാകുക. സത്യത്തിൽ നമ്മൾ ഒരു PG കഴിഞ്ഞ് നമ്മുടെ ഒരു CV ഒരാൾക്ക് മുന്നിൽ വെക്കുമ്പോൾ അതൊരു PG മാത്രമാകുമ്പോൾ ഉള്ളതിനേക്കാൾ ഭയങ്കരമായൊരു വെയിറ്റ് നമ്മളൊരു 4-5 പേപ്പർ റിസർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് കടന്നൊരു ആ പേപ്പറുകൾ പബ്ലിഷും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ISBN ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ ഉള്ളൊരു പബ്ലിക്കേഷൻ കൂടെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ആളുകൾ വിലയിരുത്തുന്നതും ആ CV നോക്കി അടുത്തൊരു ഇൻ്റർവ്യൂവിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അവിടെ എന്താണ് നടക്കും. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ അങ്ങനെ പോകുമ്പം ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം PG എന്ന് പറയുന്നത് പിന്നെ സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ കൂടെ നമുക്കൊരു 5-6 വിഷയങ്ങളുള്ള ഒരു വലിയ മേഖല ആയിരിക്കും. പക്ഷെ നമ്മളൊരു പേപ്പർ പ്രസൻറ്റേഷനുകൾ എപ്പോഴും ഒരു ട്യൂണിലൊക്കെ ആയിരിക്കും പലപ്പോഴും പോകുക. അപ്പോൾ നമ്മളൊരു ടേസ്റ്റ് മനസ്സിലാക്കിയാൽ ആ ഒരു ഭാഗത്തെ നമ്മളൊരു എക്സ്പെർട്ടൈസേഷൻ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പിന്നെ പ്രകടമാക്കാനും നമ്മളൊരു ആ കരിയർ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറേ കൂടെ എളുപ്പത്തിൽ നമ്മൾ പ്ലേസ്ഡ് ആവാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്.